ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 13:12 മുതൽ 14 വരെ. അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്നറിയുന്നുവോ? നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. ഞാൻ അങ്ങനെ ആകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കഴുകേണ്ടതാകുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ദാസനായി തീരുന്ന ഒരു രാജാവിൻ്റെ സ്വഭാവമാണ് കർത്താവ് തൻ്റെ ഈ ഒരു വലിയ കൃത്യത്തിലൂടെ തെളിയിച്ച് കൊടുക്കുന്നത്. ദൈവം മനുഷ്യനാവുകയും രാജാവ് ദാസനാവുകയും ചെയ്യുന്ന പ്രായോഗിക ബുദ്ധിക്ക് അതീതമായ ദൈവപ്രവൃത്തിയാണ് യേശുവിനെ കർത്താവും ദൈവവുമാക്കിയത്. കാൽ കഴുകൽ ശുശ്രൂഷ പൂർത്തിയാക്കിയ ശേഷം യേശു വസ്ത്രം ധരിച്ച് ഇരുന്ന ശിഷ്യരോട് പറഞ്ഞ പ്രഭാഷണത്തിൻ്റെ ആരംഭമാണ് നമ്മൾ വായിക്കുന്നത്. 13 അധ്യായത്തിൻ്റെ 12 മുതൽ 30 വരെയുള്ള വേദഭാഗം ആസ്പദമാക്കിയാണ് ഇന്നത്തെ ധ്യാനം ക്രമീകരിക്കുന്നത്. ശിഷ്യന്മാരെ തങ്ങളുടെ ജീവിത രീതികളിൽ സാംശീകരിച്ച് സ്വീകരിക്കാനുള്ള ഒരു മാതൃകയാണ് യേശു തമ്പുരാൻ കാൽ കഴുകുന്നതിലൂടെ കാണിച്ച് കൊടുത്തത്. ഈ വേദഭാഗം നമ്മളോട് പറയുന്നു, ഒന്നാമത് ക്രിസ്തുവിനോടുള്ള വിധേയത്വത്തിൻ്റെ അനുബന്ധമാണ് സേവന മനോഭാവം ഉണ്ടാക്കിയെടുക്കുക എന്നത്. ശിഷ്യർ യേശുവിനെ ഗുരുവെന്നും കർത്താവെന്നും വിളിച്ചു. ഗുരുവായ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ ശിഷ്യർ പ്രായോഗികമാക്കണം. അറിവ് പ്രയോഗത്തിൽ വരുത്തുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. സമൂഹ ജീവിതത്തിൻ്റെ ഇഴകൾ തകർക്കുന്ന ഘടകങ്ങളെ പോലും സ്നേഹിച്ച് രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള നിർബന്ധമാണ് യേശുവിൻ്റെ ശിഷ്യരുടെ മേലുള്ളത്. സമൂഹ നിർമ്മിതിയുടെ രഹസ്യം പരസ്പരമുള്ള കീഴടങ്ങലും ഒരിക്കലും വറ്റിപ്പോകാത്ത സ്നേഹവുമാണ്. രണ്ടാമത്, ഓരോ ശിഷ്യനും ആത്യന്തികമായി ഗുരുവിനെ പോലെ ആയിത്തീരുക എന്നതാണ് ലക്ഷ്യം. ക്രിസ്തീയ ദൈവശാസ്ത്രം ഈ വളർച്ചയെയും രൂപാന്തരത്തെയും കുറിച്ച് വളരെ മിഴിവോടെ സംസാരിക്കുന്നുണ്ട്. ഓരോ വിശ്വാസിയും തൻ്റെ ഉണ്മയിൽ ദൈവിക തേജസ്സിനെ പ്രതിബിംബിപ്പിച്ച് തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി വളരുന്നതിനെക്കുറിച്ച് കൊരിന്ത്യർക്കെഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ആവിഷ്കൃത ഉപമയിലൂടെ കർത്താവ് പഠിപ്പിച്ചത് സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാർഗമാണ് മഹുദ്ധീകരണം എന്നതാണ്. 3, ഇസ്കരിയാത്ത് യൂദയുടെ കൂറില്ലായ്മയും നന്ദികേടും ഈ വേദഭാഗം വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ സ്നേഹിച്ചവനും എൻ്റെ അപ്പം ഭക്ഷിച്ചവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നുവെന്ന് ദാവീദ് സങ്കീർത്തനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന ഭാഗം യേശു ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. ഒരാളിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് അടുപ്പത്തിൻ്റെയും കൂട്ടായ്മയുടെയും അടയാളമായിരുന്നു. യേശുവിനോടൊപ്പം അപ്പം പങ്കിട്ടവനായ യൂദ യേശുവിനെതിരെ കാൽ ഉയർത്തിയിരിക്കുന്നു. ഒരുപക്ഷെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാലും സ്വന്തം തെറ്റായ കണക്കുകൂട്ടലുകളുടെ ഇരയായി പോയതിനാലുമാകാം യൂദ തെന്നി വീണത്. ഒരു ശിഷ്യന്റെ നിയോഗവും ശൈലിയും അയാൾ മറന്നുപോയതാവാം. പക്ഷേ യേശു തമ്പുരാനാവട്ടെ ഒരു സാഹചര്യത്തിനും അടിമയാകാൻ തയ്യാറായില്ല.
മരണമുഖത്ത് പോലും എഴുതപ്പെട്ട വചനത്തോടും പിതാവിന്റെ ഹിതത്തോടും കർത്താവ് കൂറു പുലർത്തി. തന്നെ ക്രൂശിച്ചവരുടെ ഗൂഢപദ്ധതികളുടെ ഇരയാവുകയായിരുന്നില്ല യേശു. യേശുവിന്റെ ദൗത്യ പങ്കാളികളാകുന്ന ശിഷ്യർ അറിയേണ്ട രഹസ്യം, അവർ വിശ്വസ്തമായി സഹനാനുഭവങ്ങളിലൂടെ ദൈവിക പദ്ധതികളെ തള്ളിപ്പറയാതെ കടന്നു പോകുമ്പോൾ അവർ ദൈവത്തിന് മഹത്വം കരേറ്റുന്നു എന്ന യാഥാർത്ഥ്യമാണ്. യേശു പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. യേശുവിനെ ഗുരുവെന്നും കർത്താവെന്നും വിളിച്ച് ആരാധിക്കുന്ന നാം ശുശ്രൂഷയുടെ ഒളിമങ്ങാത്ത മഹത്വം സാംശീകരിച്ച് ദാസ്യഭാവം ഏറ്റെടുക്കേണ്ടുന്നവരാണെന്ന ബോധ്യം നമ്മെ ഭരിക്കട്ടെ. നമ്മുടെ അഭിമാന ബോധങ്ങൾ ദുരഭിമാനത്തിന്റെ മേഖലകളെ സ്പർശിക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സകല നേട്ടങ്ങളും ദൈവദാനമാണെന്നറിയുമ്പോൾ ഏതെങ്കിലും പ്രത്യേക നേട്ടങ്ങളെക്കുറിച്ച് കൂടുതൽ സന്തോഷിക്കാൻ നമുക്ക് വകയില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളോ പ്രലോഭനങ്ങളോ നമ്മുടെ ചെയ്തികൾക്കും തീരുമാനങ്ങൾക്കും ന്യായീകരണമായി തീരാൻ പാടില്ല. നമ്മൾ സാഹചര്യങ്ങളുടെ അടിമകളാണോ, സാഹചര്യങ്ങളെ സൃഷ്ടിക്കുന്നവരാണോ? പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുന്ന് ദാസനെ പോലെ തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകുകയും അത് ചെയ്യണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ വിശ്വസ്തരായിരുന്ന ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ഞങ്ങളെയും ഇടയാക്കണമേ. കർത്താവെ, ഇന്ന് പകൽക്കാല ജീവിതത്തിൽ ഒരു ദാസ്യ മനോഭാവത്തോടെ മറ്റുള്ളവരോട് ഇടപഴകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളിലും വാക്കുകളിലും മറ്റുള്ളവരെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹവാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെയും നന്മയുടെയും പുതിയ വർഷം ദൈവം തമ്പുരാൻ ദാനം ചെയ്യണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക കൃപയും അനുഗ്രഹവും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ.